ഈ അഴിമതിക്കാർ എന്തിനാണ് കാരണഭൂതമേ സംരക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്നത് സംസ്ഥാനത്തെ പരമോന്നത നീതിപീഠമാണ്. അഴിമതി ഫണ്ട് ദുരുപയോഗം. കാഷ്യൂ കോർപ്പറേഷൻ 2006-2015 കാലഘട്ടത്തിൽ അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ കോടികളുടെ അഴിമതിയും ഫണ്ട് ദുരുപയോഗവും നടന്നു എന്നാണ് കേസ്. കുറെ കൂടി വിശദമായ വാർത്തയുള്ളത് കേരളകൗമുദിയിലാണ്. അത് കഴിഞ്ഞിട്ട് ബി ഉണ്ണികൃഷ്ണന്റെ ഒരു സ്പെഷ്യൽ സ്റ്റോറി ഉണ്ട്. അതിങ്ങനെയാണ്: ഉയർന്നത് 1000 കോടിയുടെ അഴിമതി ആരോപണം എന്നാ പറയുന്നത് കേട്ടോ. ഉയർന്നത് 1000 കോടിയുടെ അഴിമതി ആരോപണം. ആഫ്രിക്കയിൽ നിന്നുള്ള തോട്ടണ്ടി ഇറക്കുമതി, കശുവണ്ടി പരിപ്പ് വിൽപ്പന എന്നിവയുമായി ബന്ധപ്പെട്ട് കാഷ്യൂ കോർപ്പറേഷനെതിരെ ഉയർന്നത് 1000 കോടിയുടെ അഴിമതി ആരോപണമാണ് എന്ന് പറയുന്ന ഒരു വാർത്ത കൂടി കേരളകൗമുദി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാധ്യമം പത്രത്തിന്റെ 2-ാം പേജിലാണ് വാർത്ത. മാധ്യമം പത്രത്തിന്റെ 2-ാം പേജിൽ ഇതാ: അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരായി സർക്കാർ മാറുന്നു ഹൈക്കോടതി എന്നാണ് മാധ്യമം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ദേശാഭിമാനി ഒഴികെയുള്ള 4 പത്രങ്ങൾ ഞാൻ കാണിച്ചു. ഈ 4 പത്രങ്ങളും പിണറായി സർക്കാർ എന്ത് സർക്കാരാണ്? ക്ഷേമ സർക്കാരല്ല, വികസന സർക്കാരല്ല, അഴിമതി സർക്കാരാണ്. അഴിമതി സർക്കാർ. ഓർക്കണം. 9-ാം തീയതിയും 11-ാം തീയതിയും പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോ ഓർക്കണം നിങ്ങൾ, ആർക്കാണ് നിങ്ങൾ കുത്താൻ പോകുന്നത്? അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന പിണറായിക്കാണോ, അതല്ലെങ്കിൽ അതിന് എതിരെ നിൽക്കുന്ന മറ്റു പാർട്ടികൾക്കാണോ എന്നൊരു നിമിഷം ചിന്തിച്ച് നോക്കണം കേട്ടോ. ഹൈക്കോടതിയാണ് നമുക്ക് ആകെ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കോടതികളാണ് കേട്ടോ. ആ കോടതികളാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും പറയുന്നത് ഇവൻ കള്ളനാണ്, അഴിമതിക്കാരനാണ് എന്ന് പറയുന്നത് നമ്മുടെ കോടതി. ഇടത് സർക്കാർ അഴിമതിക്കൊപ്പം. ഇത് മലയാള മനോരമയിലാണ് ഈ വാർത്ത വന്നത് എങ്കിലും സാധാരണ അങ്ങനെയാണല്ലോ പറയാ. മലയാള മനോരമ ഇടതുപക്ഷത്തിനെതിരാണ്, പിണറായി വിജയനെതിരാണ്, ഇതൊരു കോൺഗ്രസ് അനുകൂല പത്രമാണ് എന്നൊക്കെയാണ് സാധാരണ പറയാ. ഇത് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ അല്ല, മലയാള മനോരമ ഉണ്ടാക്കിയ വാർത്തയല്ല. ഇന്നലെ നമ്മുടെ ഹൈക്കോടതി, കേരള ഹൈക്കോടതി പറയുകയാണ് കേരളത്തിലെ സർക്കാർ, കേരള സർക്കാർ അഴിമതിക്കാർക്കൊപ്പമാണെന്ന് പറയുകയാണ്. ഒരു പക്ഷേ എന്നല്ല ഉറപ്പായിട്ടും ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഹൈക്കോടതി കേരള സർക്കാർ അഴിമതിക്കാർക്കൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക കേട്ടോ. എന്റെ ഓർമ്മയിൽ അങ്ങനെയില്ല. ഒരു സർക്കാരും നിങ്ങൾ അഴിമതിക്കാർക്കൊപ്പമാണ് എന്ന് കോടതി പറയുകയാണ്. ഏത് കോടതി? ഹൈക്കോടതി പറയുകയാണ്. മാനാഭിമാനമുണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് പിണറായി സർക്കാർ രാജിവെച്ച് പോവുകയാണ് വേണ്ടത്. ഇനി മനോരമ മാത്രം എന്താ ഇങ്ങനെ എന്ന് സാധാരണ മനോരമ എന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടല്ലോ. ഇതാ മാതൃഭൂമി പത്രം. മാതൃഭൂമി അതിനേക്കാൾ ഗംഭീരമായിട്ട് കൊടുത്തിരിക്കുന്നു: ഇടത് സർക്കാർ അഴിമതി സംരക്ഷകർ എന്നാ പറയുന്നത്. ഇടത് സർക്കാർ അഴിമതി സംരക്ഷകർ. രൂക്ഷ പരാമർശവുമായി ഹൈക്കോടതി. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ അഴിമതി നടക്കില്ലെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ അഴിമതിക്കാരെ രക്ഷിക്കുന്ന സർക്കാരായി മാറിയെന്നാണ് മനസ്സിലാകുന്നത്. വളരെ പരിതാപകരമായ അവസ്ഥയാണിത്. പ്രത്യേകിച്ച് വലിയ ഫോണ്ടിൽ മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. അതിന് താഴെ: കോടതിയെ ചൊടിപ്പിച്ചത് പ്രോസിക്യൂഷൻ അനുമതി തേടിയുള്ള അപേക്ഷ സർക്കാർ വീണ്ടും തള്ളിയതാണ്. വീണ്ടും എന്ന് പറഞ്ഞാൽ മൂന്നാമതും തള്ളി. CBI ആദ്യം ആവശ്യപ്പെട്ടു, പിന്നെയും ആവശ്യപ്പെട്ടു. പിണറായി എടുത്തെറിഞ്ഞു. ഇവിടെ ഞങ്ങൾ അഴിമതി നടത്തും. എന്ത് CBI, ഏത് CBI എന്നാണ് പിണറായി ചോദിച്ചത് കേട്ടോ. അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് പിണറായി പണി വരുന്നുണ്ട് എന്ന് ഹൈക്കോടതി പറഞ്ഞത്.